ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മസിൽ ടിഷ്യൂവിനെ കുറിച്ചാണ്. ഓരോ മസിലും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വളരെ നീളമുള്ള സിലിണ്ട്രിക്കൽ ഫൈബേഴ്സ് ഇങ്ങനെ പാരലലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയിലാണ് മസിൽസ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ മസിൽസ് കമ്പോസ് ചെയ്തിരിക്കുന്നത് മയോഫൈബ്രിൽസ് കൊണ്ടാണ്. മസിൽസ് ആർ കമ്പോസ്ഡ് ഓഫ് മയോഫൈബ്രിൽസ്. മയോഫൈബ്രിൽസ് എന്ന് പറയുന്നത് മസിൽ ഫൈബറാണ്. ട്യൂബുലർ സെൽസുകളാണ് ഇതിനകത്തിലുള്ളത്. ട്യൂബുലർ സെൽസാണ്. അതിന് പറയുന്ന പേര് മയോസൈറ്റ്സ് എന്നാണ്. സോ ദേ ആർ കോൾഡ് സ്ട്രയേറ്റഡ് എന്ന് നമുക്ക് പറയാം. സ്ട്രയേഷൻ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള ചെറിയ വരകളൊക്കെ ഉള്ളത് കൊണ്ട് അതിനെ സ്ട്രയേറ്റഡ് മസിൽസ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് പഠിക്കാവുന്നതാണ്. പിന്നെ ഈ മസിൽ ഫൈബേഴ്സ് അല്ലെങ്കിൽ മയോഫൈബ്രിൽസ് ഉള്ളത് കൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് സ്റ്റിമുലേഷൻ കിട്ടുന്നതിനനുസരിച്ച് അത് കൺട്രാക്റ്റ് ചെയ്യുകയും ആ റെസ്പോൺസിനനുസരിച്ച്, ആ സ്റ്റിമുലേഷൻ്റെ റെസ്പോൺസിനനുസരിച്ച് കൺട്രാക്റ്റ് ചെയ്യുകയും അത് പെട്ടെന്ന് റിലാക്സ് ചെയ്യുകയും ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഈ മസിൽ ടിഷ്യൂവിനുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബോഡിയെ മൂവ് ചെയ്യാൻ, നമ്മുടെ ബോഡി മൂവ്മെൻറ്റിന് സഹായിക്കുന്ന പ്രവർത്തനമാണ് ഈ മസിൽ ടിഷ്യൂ ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ വേരിയസ് പൊസിഷൻ, ആ വേരിയസ് ബോഡി പാർട്സ്, ഏതൊക്കെ ബോഡി പാർട്സാണ് ഈ മൂവ്മെൻറ്റിന് സഹായിക്കുന്നത് അതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുകയും ആ റെസ്പോൺസിനനുസരിച്ച് സ്റ്റിമുലേഷൻ നടത്തുകയും ചെയ്യുന്നതിനൊരു കപ്പാസിറ്റി മസിൽ ടിഷ്യൂവിനുണ്ട്. ഓക്കെ, ഈ മസിൽ ടിഷ്യൂ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള മസിൽസാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ കാണപ്പെടുന്നത്. സ്കെലിറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ ആൻഡ് കാർഡിയാക് മസിൽ. 3 ടൈപ്പ് ഓഫ് മസിൽസാണ് കാണപ്പെടുന്നത്. ഏതൊക്കെയാണ്? സ്കെലിറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ, കാർഡിയാക് മസിൽ. ഓക്കെ, നിങ്ങൾ ഈ പടം ശ്രദ്ധിച്ചോളുക. ആദ്യം കാണുന്നത് പിക്ചർ സ്കെലിറ്റൽ മസിലിൻ്റെയാണ്. അടുത്തത് കാർഡിയാക് മസിലിൻ്റെയാണ്. ഈ ലാസ്റ്റ് വൺ കാണുന്നതാണ് സ്മൂത്ത് മസിൽ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? സ്കെലിറ്റൽ മസിൽ, കാർഡിയാക് മസിൽ, ദെൻ സ്മൂത്ത് മസിൽ. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് സ്കെലിറ്റൽ മസിലിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. സ്കെലിറ്റൽ മസിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സ്കെലിറ്റൽ മസിൽ നോക്കിക്കേ, മറ്റുള്ള മസിൽസിനെ അപേക്ഷിച്ച് സ്കെലിറ്റൽ മസിൽസ് എന്ന് പറയുന്നത് വളരെ ക്ലോസ്ലി അറ്റാച്ച്ഡ് ആണ്. അടുത്തടുത്താണ്, വളരെ ക്ലോസ് ആയിട്ടാണിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സ്ട്രൈപ്സ് ഉണ്ട്. അതായത് പരസ്പരം പാരലലായിട്ട് ഇതിനകത്തിൽ വരകൾ കാണപ്പെടുന്നുണ്ട്. സ്ട്രയേഷൻ അല്ലെങ്കിൽ സ്ട്രയേറ്റഡ് അല്ലെങ്കിൽ സ്ട്രൈപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വരകൾ. ആ വരയുള്ളതാണ് സ്കെലിറ്റൽ മസിൽസ് എന്ന് പറഞ്ഞത്. എന്നാൽ ബാക്കിയുള്ളതിന് വരയുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലതിന് വരയുണ്ട്. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ സ്കെലിറ്റൽ മസിൽസ് എന്ന് പറയുന്ന സ്ട്രയേറ്റഡ് ഓർ സ്ട്രൈപ്ഡ് ഫൈബേഴ്സ് ആർ ബണ്ടിൽഡ് ടുഗദർ ഇൻ എ പാരലൽ ഫാഷൻ. പാരലൽ രീതിയിൽ, പാരലൽ ഫാഷനായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനകത്തിൽ സ്ട്രയേഷൻ ഉണ്ട്, ന്യൂക്ലിയസും കാണപ്പെടുന്നുണ്ട്. മനസ്സിലായല്ലോ? ദെൻ രണ്ടാമത്തതാണ്, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് സ്മൂത്ത് മസിൽസ്. നോക്കിക്കളായ സ്മൂത്ത് മസിൽസിൻ്റെ പ്രത്യേകത, ഈ ഫൈബേഴ്സ് ടേപ്പർ അറ്റ് ബോത്ത് എൻഡ്. നോക്കിക്കേ, 2 എൻഡിലും ഇതെന്ത് ചെയ്യും? ടേപ്പ് പോലെ, അതായത് വളരെ നാര് പോലെ ഇങ്ങനെ നാര് പോലെയാണ് വരുന്നത്. അവിടെ സ്ട്രയേഷൻ ഇല്ല, വരകളില്ല. സെൽ ജംഗ്ഷൻ ഹോൾഡ് ദം ടുഗദർ ആൻഡ് ബണ്ടിൽഡ് ടുഗദർ ഇൻ എ കണക്റ്റീവ് ഷീറ്റ്സ്. ഇതിനുള്ളിലെ സെൽ ജംഗ്ഷൻ ഉണ്ട്. അതെന്ത് ചെയ്യുമെന്നറിയാം? ഹോൾഡ് ദം ടുഗദർ ആൻഡ് ബണ്ടിൽഡ് ടുഗദർ ഇൻ എ കണക്റ്റീവ് ടിഷ്യൂ ഷീറ്റ്. അപ്പം സെൽ ജംഗ്ഷനുകൾ, ഇതിനുള്ളിൽ സ്മൂത്ത് മസിലിൻ്റെ സെൽ ജംഗ്ഷനുകൾ കണക്റ്റീവ് ടിഷ്യൂ ആയിട്ട് എന്ത് ചെയ്തിരിക്കും? കണക്റ്റ് ചെയ്തിരിക്കും. കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ഷീറ്റുമായിട്ടിത് ബണ്ടിൽഡ് ചെയ്തിരിക്കും സ്മൂത്ത് മസിൽസ്. ഇത് സ്മൂത്ത് മസിൽസ് സാധാരണ കാണപ്പെടുന്നത് എവിടെയാണ് കാണപ്പെടുന്നത്? ബ്ലഡ് വെസൽസിലും സ്റ്റൊമക്കിലും ഇൻറ്റസ്റ്റൈനിലും ഒക്കെയാണ് സ്മൂത്ത് മസിൽസ് കാണപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ ഫങ്ഷൻ ഇൻവോളണ്ടറി ആണ്. നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇൻവോളണ്ടറി ആക്ഷനാണ്.
അവിടെ നടക്കുന്നത്. വി കനോട്ട് കൺട്രാക്ട് ഓർ റിലാക്സ് ആസ് വി തിങ്ക്. നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്കതിനെ കൺട്രാക്ട് ചെയ്യാനോ റിലാക്സ് ചെയ്യാനോ സാധിക്കത്തില്ല. പക്ഷേ ആദ്യം പറഞ്ഞ സ്കെലിറ്റൽ മസിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സ്കെലിറ്റൽ മസിൽസ് എന്ന് പറയുന്നത് വോളണ്ടറി ആണ്, നമുക്ക് പറ്റും. കാരണം ബൈസെപ്സിലൊക്കെ ഉള്ള മസിൽസ്, അതായത് നമ്മുടെ അപ്പർ ആമിൽ കാണപ്പെടുന്ന മസിൽസ് എന്നൊക്കെ പറയുന്നത് ഈ സ്കെലിറ്റൽ മസിൽസ് ആണ്. സ്കെലിറ്റൽ മസിൽസ് എന്ന് പറയുന്നത് മൂവ്മെൻറ്റിനെ സഹായിക്കും. അപ്പം നമുക്ക് മൂവ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ മൂവ് ചെയ്യും, അപ്പോൾ മസിൽസ് അതുപോലെ മൂവ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു വോളണ്ടറി ആക്ഷന് കഴിയുന്നുണ്ട് എവിടെ? സ്കെലിറ്റൽ മസിൽസ്. പക്ഷേ സ്മൂത്ത് മസിൽസിൽ എന്തില്ല? ഈ വോളണ്ടറി ആക്ഷൻ അവിടെ ഇല്ല. അവിടുത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇൻവോളണ്ടറി ആണ്. ആസ് വി കനോട്ട് കൺട്രാക്ട് ഓർ റിലാക്സ് ആസ് വി തിങ്ക്. മനസ്സിലായല്ലോ? അവിടെ സ്ട്രയേഷൻ ഇല്ല. എൻ്റെ രണ്ട് എൻഡിലും എന്താണ്? ടേപ്പ് പോലാണ്, വളരെ വീതി കുറഞ്ഞിങ്ങനെ പോകും. മനസ്സിലായല്ലോ? ദെൻ അടുത്തതാണ് കാർഡിയാക്ക് മസിൽ എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ഈ കാർഡിയാക്ക് എന്ന് പറയുന്ന പേര് കേട്ടാലേ അറിയാം ഇതെവിടെയാണ് കാണപ്പെടുന്നത്. പ്രസൻറ്റ് ഓൺലി ഇൻ ദ ഹേർട്ട്. ഹൃദയത്തിലാണിത് കാണപ്പെടുന്നത്. സെൽ ജംഗ്ഷൻസ് ഫ്യൂസ്ഡ്. നമ്മൾ നോക്കിക്കേ, സെല്ലുകൾ തമ്മിലുള്ള ആ ജംഗ്ഷൻ ഫ്യൂസ് ചെയ്തിരിക്കുന്ന ഫ്യൂസ് ദ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ദ കാർഡിയാക് മസിൽ സെൽ ആൻഡ് മേക്ക് ദം സ്റ്റിക്ക് ടുഗദർ. അപ്പോൾ അടുത്തടുത്ത് കാണുന്ന സെൽ ടിഷ്യൂകൾ, സെല്ലുകൾ തമ്മിൽ പരസ്പരം ജോയിൻ ചെയ്യുന്ന ആ ഭാഗമുണ്ടല്ലോ, സെൽ ജംഗ്ഷൻ, അവിടെ എന്തുണ്ട്? പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ദ കാർഡിയാക് മസിൽ സെൽ ആൻഡ് മേക്ക് ദം സ്റ്റിക്ക് ടുഗദർ. അവിടെ ഉള്ള പ്ലാസ്മ മെംബ്രെയിൻ ഇതിനെ പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ടാവും. കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷൻ അറ്റ് സം ഫ്യൂഷൻ പോയിൻ്റ് അലൗ ദ സെൽസ് ടു കൺട്രാക്ട് ആസ് എ യൂണിറ്റ്. അപ്പോൾ അവിടുത്തെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷനിൽ എന്ത് നടക്കുന്നുണ്ട്? ഒരു കൺട്രാക്ഷൻ സെറ്റ്സ് ഓഫ് സെൽസ്, അവിടെയാണ് കൺട്രാക്ഷൻ അലൗ ചെയ്യുന്നത്. വൺ സെൽ റിസീവ് എ സിഗ്നൽ ടു കൺട്രാക്ട്, ഇറ്റ്സ് നെയ്ബേഴ്സ് ആർ സ്റ്റിമുലേറ്റഡ് ടു കൺട്രാക്ട്. അപ്പോൾ ഈ സെൽ ജംഗ്ഷൻ വഴി കമ്മ്യൂണിക്കേഷൻ നടക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് കിട്ടുമ്പോഴത്തേക്കിന് എന്ത് ചെയ്യും? ആ സ്റ്റിമുലസ് റിസീവ് ചെയ്തിട്ട് ഒരു സിഗ്നൽ തൊട്ടടുത്ത നെയ്ബറിങ് സെല്ലിലേക്ക് ഇത് കടത്തിവിടും. വൺ സെൽ റിസീവ് എ സിഗ്നൽ ടു എ കൺട്രാക്ട്, ഇറ്റ് നെയ്ബേഴ്സ് ആർ സ്റ്റിമുലേറ്റഡ് ടു കൺട്രാക്ട്. ഒരു സെല്ല് കൺട്രാക്ട് ചെയ്യുവാണെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻസ് ജംഗ്ഷൻ വഴി അടുത്ത സെല്ലും എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റഡ് ടു കൺട്രാക്ട്. മനസ്സിലായല്ലോ? ഇവിടെയും സ്ട്രയേഷൻസ് കാണപ്പെടുന്നുണ്ട്, ന്യൂക്ലിയസും ഉണ്ട്. പക്ഷേ അഡ്ജസൻ്റ് സെല്ലുകൾ തമ്മിൽ എന്തുണ്ട്? ഒരു ജംഗ്ഷൻ കാണപ്പെടും. തൊട്ടടുത്ത സെല്ലുകൾ തമ്മിൽ എവിടെയെങ്കിലും തമ്മിൽ ഒരു ജോയിൻ്റ് കാണപ്പെടുന്നുണ്ട് അല്ലേ? പക്ഷേ നമ്മുടെ നോക്കിക്കേ, ഈ സ്കെലിറ്റൽ മസിലിൽ എന്ത് കാണപ്പെടുന്നില്ല? സ്കെലിറ്റൽ മസിൽസിൽ ഈ തമ്മിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്ത് സെൽ ജംഗ്ഷൻ ഇല്ല, എല്ലാം പാരലലായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇവിടെ കാർഡിയാക് മസിൽ വരുമ്പം ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ചിട്ട് ഇതെന്ത് ചെയ്യുന്നു? ഫ്യൂസ് ചെയ്യുന്നുണ്ട്. അവിടാണ് എന്ത് നടക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷനാണ്. ഒരു സെല്ലിന് കിട്ടുന്ന സിഗ്നലിനെ തൊട്ടടുത്ത നെയ്ബറിങ് സെല്ലിലേക്ക് കടത്തി വിടുന്നു. അപ്പോൾ ഒരാൾ എന്ത് ചെയ്യും? കൺട്രാക്ട് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ഇതും കൺട്രാക്ട് ചെയ്യും. ഈ കാർഡിയാക് മസിൽ കാണപ്പെടുന്നത് എവിടെയാണ്? ഹാർട്ടിലാണ് കാർഡിയാക് മസിൽ കാണപ്പെടുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ സ്കെലിറ്റൽ മസിൽസ് എന്താണ്, മസിൽ എന്താണ്, പിന്നെന്താ കാർഡിയാക് മസിൽ എന്താണ്, സ്മൂത്ത് മസിൽ എന്താണ്, അതെവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്, അതിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് നെർവസ് ടിഷ്യൂ അല്ലെങ്കിൽ ന്യൂറൽ ടിഷ്യൂ എന്നാണ്. ന്യൂറൽ ടിഷ്യൂ ആണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. ഈ ന്യൂറൽ ടിഷ്യൂവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ന്യൂറൽ ടിഷ്യൂ ഈസ് എ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ വിത്ത് സം സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻ. പ്രത്യേക തരത്തിലുള്ള ടിഷ്യൂ ആണ്, അതിന് പ്രത്യേക തരത്തിലുള്ള ഫങ്ഷനുമാണുള്ളത്. നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണൻ്റാണ് ഈ ന്യൂറൽ ടിഷ്യൂ എന്ന് പറയുന്നത്. സിസ്റ്റം, ബോത്ത് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് ദ പെരിഫറൽ നെർവസ് സിസ്റ്റം. നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലെ ആയാലും ഏത് ഒരു ജീവിയുടെ ശരീരത്തിലെ ആയാലും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെയും പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട സ്പെഷ്യലൈസ്ഡ് കമ്പോണൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഈ ന്യൂറൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ഇതിലാണ് നമ്മുടെ എന്തൊക്കെ, ദിസ് ഇൻക്ലൂഡ്സ് ദ ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് അതർ ടൈപ്പ് ഓഫ് നെർവ്സ്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിനെ ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും റെസ്പോൺസീവായിട്ട് ശരീരത്തിനെ കണ്ടീഷൻസിനനുസരിച്ച് ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യാൻ കഴിവുള്ള ഇതാണ് ഈ നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ന്യൂറോൺ.
മനസ്സിലായല്ലോ. നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ടിഷ്യൂ ആണ്. എല്ലാം പ്രധാനപ്പെട്ട ടിഷ്യൂ തന്നെ എങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുകയും നമ്മുടെ ശരീരത്തിലെ ചേഞ്ചസിന് കണ്ടീഷൻസിനനുസരിച്ച് വളരെ റെസ്പോൺസീവായിട്ട് നമ്മുടെ ശരീരത്തിൽ കീപ്പ് ചെയ്യാൻ കഴിയുന്ന ന്യൂറോൺസുകൾ അടങ്ങിയ ഭാഗമാണ് ഈ ന്യൂറൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു നെർവസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടിഷ്യൂ ആണ് ഈ ന്യൂറൽ ടിഷ്യൂ അല്ലെങ്കിൽ നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷനുകളെ മോണിറ്റർ ചെയ്യുന്നത് ഈ ന്യൂറൽ ടിഷ്യൂ ആണ്. 2 ടൈപ്പ് ഓഫ് സെൽസാണ് ഈ ന്യൂറൽ ടിഷ്യൂവിനകത്തിലുള്ളത്. നെർവ് സെല്ലും ഉണ്ട്, ഗ്ലിയൽ സെല്ലും ഉണ്ട്. ഗ്ലിയൽ സെല്ലിന് പറയുന്ന വേറൊരു പേരാണ് ന്യൂറോഗ്ലിയ എന്ന് പറയുന്നതാണ് ഗ്ലിയൽ സെൽ എന്ന് പറയുന്നത്. ഈ സെൽസുകൾ വിച്ച് ഹെൽപ്സ് ട്രാൻസ്മിറ്റ് നെർവ് ഇമ്പൾസ് ആൻഡ് ഓൾസോ പ്രൊവൈഡ്സ് ന്യൂട്രിയൻസ് ടു ന്യൂറോൺസ്. അപ്പം ന്യൂറോൺസിലേക്ക് ന്യൂട്രിയൻസിനെ പ്രൊവൈഡ് ചെയ്യുകയും നെർവ് ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ നെർവ് സെല്ലിൻ്റെയും ഈ ന്യൂറോഗ്ലിയ അല്ലെങ്കിൽ ഗ്ലിയൽ സെൽസിൻ്റെയും ഫങ്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ന്യൂറോഗ്ലിയയും നെർവ് സെൽസുമാണ് പ്രധാനപ്പെട്ട സെല്ലുകൾ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഫങ്ഷൻ എന്ന് പറയുന്നത് നെർവ് ഇമ്പൾസിനെയും അതേപോലെ തന്നെ ന്യൂറോൺസിലേക്ക് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഗ്ലിയൽ സെൽസ് എന്ന് പറയുന്നത്, ന്യൂറോഗ്ലിയ എന്ന് പറയുന്നത്. ഗ്ലിയ ഓൾസോ കോൾഡ് ഗ്ലിയൽ സെൽസ് ഓർ ന്യൂറോഗ്ലിയ ആർ നോൺ ന്യൂറോണൽ സെൽസ് ഇൻ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം, ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ആൻഡ് ദ പെരിഫറൽ നെർവസ് സിസ്റ്റം ദാറ്റ് ഡു നോട്ട് പ്രൊഡ്യൂസ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ്. പെരിഫറൽ നെർവസ് സിസ്റ്റം എന്താണ് ഇലക്ട്രിക്കൽ ഇമ്പൾസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ആൻ ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസ് ഈസ് ജനറേറ്റഡ് വിച്ച് സ്റ്റിഫ്ലി ട്രാവൽസ് എലോങ് ഇറ്റ്സ് പ്ലാസ്മ മെംബ്രെയിൻ. അപ്പോൾ ഇതിനകത്തിലെ ഉള്ള പ്ലാസ്മ മെംബ്രെയിനിൽ കൂടെ ഈ ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസ് ട്രാവൽ ചെയ്യുന്നു. ഈ ഡിസ്റ്റർബൻസ് അറ്റ് ദ ന്യൂറോണിൻ്റെ എൻഡിങ്സിൽ ഇത് എത്തിയിട്ട് ദാറ്റ് മേ കോസ് സ്റ്റിമുലേഷൻ ഓഫ് അഡ്ജസൻറ്റ് ന്യൂറോൺസ്. അപ്പോൾ ന്യൂറോണുകൾ ഇങ്ങനെ അടുത്തടുത്തിരിക്കുക. അപ്പോൾ ഇതിലുള്ള പ്ലാസ്മ മെംബ്രെയിൻ വഴി ഈ ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഒരു ന്യൂറോൺസിൻ്റെ എൻഡിൽ നിന്നും തൊട്ടടുത്ത അഡ്ജസൻറ്റ് ന്യൂറോൺസിലേക്ക് ഇത് എത്തിയിട്ട് ആ ന്യൂറോൺസിന് അവിടുത്തെ സെല്ലുകളെ ഉത്തേജിപ്പിക്കുക അല്ലെങ്കിൽ അതിനെ ജനറേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഫങ്ഷനാണ് ഈ ന്യൂറൽ ടിഷ്യൂവിൽ നടക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ എക്സേർട്സ് ദ ഗ്രേറ്റസ്റ്റ് കൺട്രോൾ ഓവർ ദ ബോഡി റെസ്പോൺസീവ്നെസ് ടു ചേഞ്ചിങ് കണ്ടീഷൻസ്. ദ മെയിൻ ന്യൂറോണാണ്, ന്യൂറോളജിക്കൽ സെൽസാണ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ദ റെസ്റ്റ് ഓഫ് ദ ന്യൂറൽ സിസ്റ്റം, പ്രൊട്ടക്റ്റ് ആൻഡ് സപ്പോർട്ട് ദ ന്യൂറോൺസ്. പ്രധാനമായിട്ടുള്ള ഒരു മോർ ദാൻ 1/2 ദ വോളിയം ഓഫ് ന്യൂറൽ ടിഷ്യൂ ഇൻ അവർ ബോഡി എന്ന് പറയുന്നതാണ് ന്യൂറോഗ്ലിയ അല്ലെങ്കിൽ ഗ്ലിയൽ സെൽസ് എന്ന് പറയുന്നത്. ന്യൂറോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ അതിലുള്ള ഈ പ്ലാസ്മ മെംബ്രെയിൻ വഴിയാണ് ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസ് വന്നിട്ട് ഈ ന്യൂറോൺസിൻ്റെ എൻഡിലെത്തിയിട്ട് അടുത്ത അഡ്ജസൻറ്റ് ന്യൂറോൺസിലേക്ക് ഈ ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസ് പാസ് ചെയ്തിട്ട് അവിടുത്തെ സെല്ലുകളെയും ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ന്യൂറൽ ടിഷ്യൂവിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് മസിൽ ടിഷ്യൂവും ന്യൂറൽ ടിഷ്യൂ ആണ്. മസിൽ ടിഷ്യൂ എന്ന് പറയുന്നത് 3 ടൈപ്പ് ഉണ്ട്. സ്കെലിറ്റൽ മസിൽസ് ഉണ്ട്, സ്മൂത്ത് മസിൽസ് ഉണ്ട്, കാർഡിയാക് മസിൽസ് ഉണ്ട്. സ്കെലിറ്റൽ മസിൽസ് എന്ന് പറഞ്ഞാൽ സ്കെലിറ്റൽ മസിൽ എന്ന് പറയുന്നത് സ്ട്രയേറ്റഡ് മസിൽസ് ആണ്. നമ്മുടെ ബൈസെപ്സിൽ കാണപ്പെടുന്ന സ്ട്രയേറ്റഡ് അല്ലെ സ്ട്രൈപ്ഡ് ഉള്ള മസിൽസിനാണ് എന്തെന്ന് പറയുന്നത് സ്കെലിറ്റൽ മസിൽസ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പഠിച്ചത് എന്താണ്? കാർഡിയാക് മസിലാണ്. കാർഡിയാക് മസിൽ എന്ന് പറയുന്നത് ഹാർട്ടിൽ കാണപ്പെടുന്നുണ്ട്. അവിടെ സ്ട്രയേഷൻ ഒന്നുമില്ല. പക്ഷേ സ്ട്രയേഷൻ ചെറിയ രീതിയിൽ സ്ട്രയേഷൻ കാണപ്പെടുന്നുണ്ട്. പക്ഷേ അവിടുത്തെ സെല്ലുകൾ നോക്കിയേ സ്കെലിറ്റൽ മസിലിൽ പാരലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പോലെ അല്ല കാർഡിയാക് മസിലിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാർഡിയാക് മസിലിലെ തൊട്ടടുത്ത സെല്ലുകൾ തമ്മിൽ അഡ്ജസൻറ്റ് സെല്ലുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കണക്ഷൻ ഉണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷൻ അവിടെ ഉണ്ട്. അതുവഴിയാണ് എന്ത് പാസ് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേഷൻ
പാസ് ചെയ്യുകയും അഡ്ജസൻറ്റ് സെല്ലുകളുടെ ജംഗ്ഷൻ അവിടെയാണ് കാണപ്പെടുന്നത്. ആ സെല്ലുകൾ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഇത് കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുകയും അതിനെ കൺട്രാക്റ്റ് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യാനുള്ള മെസ്സേജുകൾ എത്തുന്നത്. സ്കെലിറ്റൽ മസിൽ എന്ത് ചെയ്യും, നമുക്ക് വോളണ്ടറിയാണ്, നമ്മുടെ സൗകര്യാർത്ഥം ആ മസിൽസിനെ കൺട്രാക്റ്റ് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. പക്ഷേ കാർഡിയാക് മസിലിന് അത്തരം ഒരു വോളണ്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കത്തില്ല. പിന്നെ അടുത്ത് നമ്മൾ പറഞ്ഞത് എന്താണ്, സ്മൂത്ത് മസിലാണ്. സ്മൂത്ത് മസിലിൻ്റെ പ്രത്യേകത പറഞ്ഞാണ് അതിൻ്റെ 2 എൻഡിലെന്ന് പറയുന്ന ഒരു ടേപ്പ് എന്ന് വെച്ചാൽ വളരെ നേരിയ രീതിയിൽ അങ്ങ് പോവുകയാണ്, നേർത്ത രീതിയിൽ അങ്ങ് 2 എൻഡിലും പോകും. അവിടെ സ്ട്രയേഷൻ ഒന്നുമില്ല, സ്ട്രയേറ്റഡ് ആയിട്ടുള്ള മസിൽസ് അല്ല എന്തെന്ന് പറയുന്നത് സ്മൂത്ത് മസിൽ എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് ഉണ്ട്, സ്മൂത്ത് മസിൽ ഫൈബേഴ്സ് ഉണ്ട്, 2 എൻഡിലും ഫ്യൂസിഫോം ആയിട്ടുള്ള എൻഡാണുള്ളത്, സ്ട്രയേഷൻസ് ഇല്ല. സെൽ ജംഗ്ഷൻസ് എന്ന് പറയുന്നത് ബണ്ടിൽ ടുഗദറിനെ കണക്റ്റീവ് ടിഷ്യൂ ഷീത്ത് കൊണ്ടാണ് അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ബ്ലഡ് വെസൽസിലും സ്റ്റൊമക്കിലും ഇൻറ്റസ്റ്റൈനിലും ഒക്കെയാണ് ഇത് കാണപ്പെടുന്നത്. വി കനോട്ട് കോൺട്രാക്ട് ഓർ റിലാക്സ് ആസ് വി തിങ്ക് സ്മൂത്ത് മസിൽസ്. ദെൻ അടുത്ത് നമ്മൾ പഠിച്ചത് ന്യൂറൽ ടിഷ്യൂ ആണ്. ന്യൂറൽ ടിഷ്യൂവിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഓർത്തിരുന്നാൽ മതി. ന്യൂറോൺസ് ആണ്. ന്യൂറോൺസിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ന്യൂറോഗ്ലിയ ആണ്. മോർ ദാൻ 1/2 ഓഫ് ദ വോളിയം ഓഫ് ന്യൂറൽ ടിഷ്യൂ ഇൻ അവർ ബോഡി ഈസ് ന്യൂറോഗ്ലിയ. ന്യൂറോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ an electrical disturbance is generated which stiffly travels along its plasma membrane. This disturbance at the neuron's ending that may cause stimulation of adjacent neurons and other cells. Okay.